ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്ത് RIT ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബെല്ലൈക്കൺ ഞെക്കാനും കൂടെ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇതാ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 8 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു കിടിലം വീടാണ്. അതും നല്ല ഒരു ലൊക്കേഷനിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ആ മുമ്പിലത്തെ ആ ഒരു വഴിയൊക്കെ കണ്ടില്ല, നല്ല 10-12 അടി വീതിയിലുള്ള നല്ല വഴിയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നമ്മളെല്ലാവരും കണ്ടു കാണുമല്ലോ. നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉള്ള ഒരു വീട് തന്നെയാണ്. നമുക്കിനി ആ ഗേറ്റൊക്കെ കടന്നൊന്ന് അകത്തേക്ക് പ്രവേശിക്കാം. സ്ലൈഡിങ് ഡോറും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു സൈഡ് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായ ഒരു മുറ്റം തന്നെ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. വളരെ മനോഹരമായി തന്നെ അതിന് ഒരു റിങ്ങൊക്കെ കൊടുത്ത് നെറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. 6 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. അതുപോലെ പാമ്പാടിയും തൊട്ടടുത്ത ജംഗ്ഷനാണ്. ഈ തൊട്ടടുത്തായിട്ട് നെടുങ്കുഴി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ RIT ജംഗ്ഷനും ഈ ഒരു പ്രോപ്പർട്ടിയുടെ 500 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്ററിൽ കൂടുതൽ ദൂരമില്ല. മെയിനായിട്ട് ഈ ഒരു ഏരിയയെ പറ്റി ഞാൻ കൂടുതൽ വീഡിയോകളൊക്കെ ചെയ്തേക്കൊണ്ട് ഒത്തിരി എനിക്ക് പറയാനായിട്ട് ഈ ഏരിയയെ പറ്റി പറയാനായിട്ട് താല്പര്യമില്ല. കാരണം എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്കൊരു ബോറാകുന്നേക്കാൾ നല്ലത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എപ്പോഴും നമ്മുടെ ഈ ജംഗ്ഷനെ പറ്റിയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 2.5 കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ മുറ്റവും അതുപോലെ പരിസരവും എല്ലാം നല്ലതായിട്ട് മിറ്റൽ വിരിച്ച് പുല്ലൊന്നും കയറാത്ത രീതിയിൽ നല്ലതായിട്ട് ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക് വശം. 2 പേർക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന രീതിയിൽ അതിൻ്റെ പുറകിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വീടിൻ്റെ നമ്മൾ അടുക്കള വശത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ സൈഡിൽ ധാരാളം ഇടം ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ അടുക്കളയുടെ വശത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സീനറി തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അടുക്കളയുടെ വശമാണ്. അടുക്കളയുടെ ആ ഒരു തൊട്ട് സൈഡിൽ തന്നെ സ്റ്റെയർ കേസ്, മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. നല്ല ഗ്രില്ലൊക്കെ ഇട്ട് നന്നായി തന്നെ ആ ഒരു ഏരിയ അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഉടമ ചെയ്തിട്ടുണ്ട്. 12 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്ക് ഒരു സുഖമായിട്ടൊരു 3-4 വണ്ടിക്ക് കയറി കിടക്കാവുന്ന രീതിയിലുള്ള മുറ്റവും അതിൻ്റെ ഒരു ഏരിയയും നല്ല മനോഹരമായ മതിലുകളും ഒക്കെ നൽകി ആ വീടിനെ വളരെ മനോഹരമാക്കാൻ എൻ്റെ ഉടമ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ബിൽഡർ നല്ല രീതിയിൽ തന്നെ തൻ്റെ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് എത്രയും വേഗം ആ വീടുകളെല്ലാം ഹാൻഡ് ഓവറിങ് നടക്കാറുണ്ട്. നല്ലൊരു സ്പേസുള്ള ഒരു കാർ പോർച്ചും അതിന് നൽകിയിട്ടുണ്ട്. നന്നായി തന്നെ ആ ഒരു കാർ പോർച്ചിൻ്റെ ടൈലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റെയർ കേസ് ആ ഒരു കാർ പോർച്ചിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കിനി വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നല്ല മനോഹരമായ ടൈലുകളും അതുപോലെ സ്റ്റെപ്പിലിടേണ്ട നല്ല ടൈലുകളൊക്കെ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ സ്ലിപ്പാകാത്ത ആ സ്റ്റെപ്പിന് തന്നെ ഉപയോഗിക്കുന്ന ടൈലുകളാണ് ആ ഒരു സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറൊക്കെ നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന നല്ല മനോഹരമായ ഇരുപാളിയുടെ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് കഴിയുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് കാണുവാൻ കഴിയുന്നത്. ആ ഒരു ലിവിങ് ഏരിയ നല്ല മനോഹരമായി തന്നെ ആ ഒരു LED ലൈറ്റുകളും അതുപോലെ ആ ഒരു പാർട്ടീഷനും ഒക്കെ അതുപോലെ ഫ്ലോറിങ് ടൈലുകളും ഒക്കെ വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ,
അപ്പം നമ്മുടെ ലിവിങ് ഏരിയയുടെ ആ ഒരു ഏകദേശ വലുപ്പം നിങ്ങൾക്ക് ലഭിച്ചു കാണും. നമ്മുടെ ഈ വാഷ് ബേസിനും ഡൈനിങ് ഏരിയയും ആ ഒരു പോർഷനാണ് നമുക്ക് അടുത്ത് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു വാഷ് ബേസിൻ്റെ ആ ഏരിയ നിങ്ങൾ കണ്ടു കാണുമല്ലോ. വളരെ നന്നായി തന്നെ ആ ഒരു പ്ലാനിങ്ങൊക്കെ കൊടുത്ത് ആ ഒരു ബക്കറ്റ് ടൈപ്പ് വാഷ് ബേസിനുമൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് 2 ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസും അതുപോലെ കിച്ചണിലോട്ടുള്ള എൻട്രൻസും നമുക്ക് കാണുവാൻ പറ്റുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കിച്ചൺ ആദ്യം കാണാം. എൻ്റെ വീഡിയോയിൽ എപ്പോഴും കഴിവതും ഞാൻ നമ്മൾ വീട് കയറി വരുമ്പോൾ ആദ്യം കിച്ചണാണ് നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ലേഡീസും അല്ലെങ്കിൽ ആ വീടിൻ്റെ ഗ്രഹനാഥയ്ക്ക് എപ്പോഴും കാണുവാനായിട്ട് ആഗ്രഹമുള്ളത് കിച്ചണായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്ക വീഡിയോകളും കിച്ചണാണ് ആദ്യം നമ്മൾ ഒരു കാണുവാനായിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. അത് കഴിഞ്ഞിട്ട് റൂമുകളിലേക്ക് പോകാറുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഡൈനിങ് പോർഷനും ആ ഒരു ഏരിയയെല്ലാം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കിച്ചണിലേക്ക് തന്നെ കിടക്കാം. ഇവിടെ ഗ്ലാസ് വിത്ത് ഒരു വുഡൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല ഡിസൈനുള്ള ഗ്ലാസ് വർക്കുകളും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം ഡോറിനും അതിൻ്റെതായ ലോക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ കബോർഡ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം നല്ല ഭംഗിയുള്ള വളരെ മനോഹരമായ ആ ഫ്ലോർ ടൈൽസൊക്കെ നോക്കി യാതൊരു രീതിയിലും സ്ലിപ്പാകാത്ത രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം മുകളിലും താഴെ എല്ലാം വേണ്ട രീതിയിൽ ഭംഗിയോടത് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. മിക്സി വെക്കാനും ഫ്രിഡ്ജ് വെക്കാനും അതിൻ്റേതായ സ്ഥാനത്ത് സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാലാണ് നമ്മൾ ആ പറഞ്ഞ ആ ഒരു ഏരിയ നമുക്കിവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റ് ഇങ്ങനെ വീശുന്ന ഒരു ഇതാണ്. നല്ല പ്രകൃതിയോട് ഒത്തിണങ്ങി കിടക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഫ്ലോറും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് അല്ലെങ്കിൽ സാധാ അടുപ്പ് വെക്കാം. കാരണം ഇതിന് ചിമ്മിനി നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ. അതാ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടു കാണും. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിൻറ്റും ഒക്കെ നൽകിയിരിക്കുന്നത്. അതായത് കണ്ടല്ലോ ചിമ്മിനി എല്ലാം കണ്ടല്ലോ, അതിന് വേണ്ട രീതിയിൽ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കാണുവാൻ കഴിയും. ഇതെവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നൽകിയിരിക്കുന്നത്. അവിടെ ഒരു കബോർഡും അതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗിക്കാനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു കബോർഡ് അവിടെ നൽകാൻ അതിൻ്റെ നിർമ്മാതാവ് മറന്നിട്ടില്ല. അത് വളരെ ഈ ഒരു വീട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് റെഡി ടു എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ല, റെഡിയാണ് എല്ലാ കാര്യങ്ങളും. കർട്ടനും അതല്ലെങ്കിൽ ഫർണിച്ചറും മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ടു മൂവ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാ ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറാണ്. അവിടെയൊക്കെ ആ ഒരു ലൈറ്റ് ഒക്കെ കറക്റ്റ് ആ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ നമുക്ക് ആ ഒരു ഡോറും അതിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഒരു 12-10 ആ ഒരു വലിപ്പമാണ് റൂമുകളെല്ലാം മിക്കതും ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു റൂമിൻ്റെ വലിപ്പം കണ്ടല്ലോ. ഫസ്റ്റ് റൂമാണ് ഞാൻ കാണിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. AC-യുടെ പോയിൻറ്റുകളും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഇവിടെയുണ്ട്. നല്ല മനോഹരമായ ടൈൽ ഉപയോഗിച്ച് നല്ല വ്യത്യസ്തമായ ഒരു ടൈൽ തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പച്ച നിറമാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിൽ ഫോളോ ചെയ്തേക്കുന്നത്. മിററും അതുപോലെ ഷവർ കാര്യങ്ങളെല്ലാം തന്നെ നൽകി ആ ഒരു ബാത്റൂമിൻ്റെ പോർഷനും വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് നേരെ കാണുന്ന ആ ഒരു പോർഷനാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കിച്ചനോട് ചേർന്നുള്ള കയറി വരുമ്പം ഇടതുവശത്തായിട്ടുള്ള ആ ഒരു പോർഷനാണ്.
ഇവിടുത്തെ വാതിലും കണ്ടാലും നല്ല വുഡ് ഫിനിഷോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന വുഡൻ ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ 3 പാളിയുടെ 2 ജനാലകൾ ഇരുവശത്തായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഊഹിക്കാം ഈ റൂമിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഇതും ഏകദേശം 12-10 ആ ഒരു വലുപ്പത്തിൽ ഈ ബെഡ്റൂമും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കിച്ചൻ്റെ ഈ ഒരു ബാത്റൂമിൻ്റെ മുകളിലായിട്ടൊരു ഷെൽഫും നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയും. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോറേജ് ബേസും നൽകിയിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള ടൈലുകളാണ് ഈ ഒരു ബാത്റൂം നൽകിയിരിക്കുന്നത്. ഓരോ ബാത്റൂമിന് വ്യത്യസ്തമായ ടൈലുകൾ ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള ഭംഗി ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും ഇടുക്കൊന്നും തോന്നാത്ത രീതിയിലുള്ള നല്ല ബാത്റൂമുകളാണ് എല്ലാം തന്നെ. ഓക്കെ, നമുക്ക് ഇനിയിപ്പം 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 3ാമത്തെ ബെഡ്റൂം നമുക്ക് ലിവിങ് ഏരിയ എന്നാണ്. നമുക്ക് ആ ഒരു ലിവിങ് ഏരിയ കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ടൊരു ആ ഒരു പോർഷനിലാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ലോക്കുകളൊക്കെ നല്ല ഹൈ ക്ലാസ് ലോക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടല്ല 3 പാളിയുടെ ജനാല ഒരു വശത്തും മറുവശത്തും 3 പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയത്. ബെഡ് സ്വിച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ AC-യുടെ പോയിൻറ്റും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ആ ഡോറിൻ്റെ മുകളിൽ ഒരു സ്റ്റോറേജ് ബേസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് കാണും. ബെഡ്റൂം ഇവിടെ ഒരു ബ്ലൂ കളർ ബ്ലൂ കളറാണ് ഇവിടെ ഈ ഒരു ആ ഒരു ടൈലിനും എല്ലാം നൽകിയിരിക്കുന്നത്. വാഷ് ബേസിനും കാര്യങ്ങളും ഷവറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് വർക്കുകളും പ്ലംബിംഗ് വർക്കുകളുമാണ്. ഞാൻ പറഞ്ഞ സ്റ്റോറേജ് പ്ലേസ് ഇതാണ്. ഡോറിന് നേരെ മുകളിലായിട്ട് സ്റ്റോറേജ് പ്ലേസും കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ വാഷ് ബേസിൻ്റെ കാര്യമാണ്. നല്ല ഭംഗിയുള്ള ആ ഒരു ഏരിയയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ അവിടെ നല്ല രീതിയിൽ അത് ചെയ്യുവാനായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്ടറായിട്ട് വേണ്ട രീതി. അപ്പോൾ നമുക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡോറിൻ്റെ വർക്ക് ഞാനിപ്പോൾ എടുത്തു പറയാൻ പോകുന്നത്. എത്ര ലോക്കാണെന്ന് നോക്കി, 2 മുകളിൽ 2 താഴെ 1 അതിൻ്റെ താഴെ 1 കൂടി അങ്ങനെ 4 ലോക്ക് അല്ലാതെ കൂടാതെ നല്ലൊരു നിലവാരമുള്ള ഒരു ലോക്ക് വീട് നൽകിയിട്ടുണ്ട്. ആ ഡോറെന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടിക്ക് നല്ല ബലവത്തായ ഡോറുകളാണ്. അതും തേക്കും തടിയിൽ തീർത്തിരിക്കുന്ന ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനും മറക്കല്ല. അതോടൊപ്പം നിങ്ങളുടെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. അതോടൊപ്പം ഇതിൻ്റെ തമ്പനെയിലും ക്യാപ്ഷനിലും നമ്മൾ ഇതിൻ്റെ വിലയും വിവരങ്ങളും കൊടുക്കുന്നതാണ്. നിങ്ങൾ വില കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി എന്താ പറയുന്നത്, നമ്മുടെ കേക്ക റോഡിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ പറ്റിയും വെള്ളൂരിനെ പറ്റിയൊന്നും ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാമ്പാടിയെ പറ്റിയൊക്കെ ഒത്തിരി പറയാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ഒരിക്കലും മറക്കല്ല്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോയോ നിങ്ങൾക്ക് വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.